Shlomo Mariam Malias Taibuzo Moramek Mubarak tu Atpaneshe Vambara Viro Dab Karse Mora Yeshu Mashiho O Mortu Mariam Besulto Yeme Daloho O Oilo Vayan Hato Ye Hosho Vab Kulayedo Vab Shosod Mo ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയരെ, കുവൈറ്റ് സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ആത്മീയ ജീവകാരുണ്യ പ്രസ്ഥാനമായ മാർ ബസേലിയോസ് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ 15 നോമ്പിനോട് അനുബന്ധിച്ച് വെർച്വൽ കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ സഭയിൽ ആയിരിക്കുന്ന അഭിവന്യ പിതാക്കന്മാരും വന്യ വൈദിക ശ്രേഷ്ഠരും ഈ വിശുദ്ധ വചന ശുശ്രൂഷ നയിക്കുകയും ചെയ്യും. പ്രതിസന്ധിയുടെ ഈ കാലഘട്ടത്തിൽ വചന ശുശ്രൂഷ നാം ഏവരെയും പ്രത്യാശയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഈ കൺവെൻഷന്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘാടകരെയും ദൈവകരങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളേവരെയും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥത നാം ഏവർക്കും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദിമുതലെന്നേക്കും തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശം ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവരും പരിപാലിക്കുന്നവരും വാഴ്ത്തപ്പെട്ടവരാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും നമസ്കാരവും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടി സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യവർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും
ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ബർഖമോർ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, ഈ അനുഗ്രഹീത സന്ധിയിൽ തിരുവചനത്തിൻ്റെ മാധുര്യം അനുഭവിക്കുവാൻ, തിരുവചനത്തിൻ്റെ മർമ്മങ്ങളെ കാണുവാൻ നിന്റെ സന്നിധിയിലായിരിക്കുന്ന ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ വചനം എത്രയോ മധുരമെന്ന് സങ്കീർത്തനക്കാരനെ പോലെ ധ്യാനിച്ച് ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് നിന്റെ വചനം ആസ്വാദനമാകുവാൻ ദൈവമായ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വചനം സംസാരിക്കുന്ന അഭിഷിക്തരെ അനുഗ്രഹിക്കണമേ. വചനം കേൾക്കുവാൻ ഹൃദയം തുറന്നു വച്ചിരിക്കുന്ന നിന്റെ മക്കളെ അവിടുന്ന് വാഴ്ത്തണമേ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാകുന്നു, ഇരുവായത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാകുന്നു. ദൈവവചനത്താൽ ഞങ്ങളുടെ ചങ്കിനെ വെട്ടണമേ. ഞങ്ങൾക്ക് പാപത്തിന്റെ ബോധം നൽകണമേ. അനുതാപത്തിന്റെ അഗ്നിയിൽ വെന്തുരുകുവാൻ തിരുവചനത്താൽ മുഖാന്തരമാകണമേ. തിരുവചന പ്രഘോഷണത്തിലൂടെ എല്ലാ ആദിവ്യാധികളും ഞങ്ങളിൽ നിന്ന് മാറിപ്പോകുവാൻ ദൈവമേ കരുണ കാണിക്കണമേ. പാഴും ശൂന്യമായിരുന്ന ഭൂമിയിൽ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവേ, അന്നു മുതൽ ഇന്ന് വരെ പരിവർത്തിക്കുന്ന ദൈവാത്മാവേ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധവും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപഴകണമേ. നിന്റെ മക്കളെല്ലാവരെയും വാഴ്ത്തണമേ. ദൈവകൃപയിൽ സൂക്ഷിക്കണമേ. വാങ്ങിപ്പോയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളെന്നാളും ത്രിയേക ദൈവത്തിന് സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുവൈറ്റ് സെയിന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് മഹാ ഇടവകയിലെ മാർ ബസേലിയോസ് മൂവ്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ 15 നോമ്പിൽ എല്ലാ ദിവസവും ധ്യാനം ക്രമീകരിച്ചിരിക്കുന്നതിൽ അവിടുത്തെ വികാരി ബഹുമാനപ്പെട്ട ജിജു ജോർജ് അച്ഛനെയും അസിസ്റ്റന്റ് വികാരി ലിജു കെ പൊന്നച്ചനച്ഛനെയും ബസേലിയോസ് മൂവ്മെൻറ്റിൻ്റെ എല്ലാ പ്രവർത്തകരെയും ഞാൻ അനുമോദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ അലക്സ് കുറച്ച് ദിവസത്തിന് മുമ്പ് വിളിച്ച് ഈ ഒരു ദിവസം ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ സങ്കേതപ്പെടുന്ന മലങ്കര സഭയിലെ വിശ്വാസികളായ സമൂഹത്തോട് അല്പസമയം ദൈവവചനം സംസാരിക്കണമെന്ന്
എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. വിവിധ സന്ദർഭങ്ങളിൽ കുവൈറ്റ് സന്ദർശിക്കുകയും ആ ഇടവകയിലെ വിശ്വാസികളുടെ വിശ്വാസ തീഷ്ണതയും ഒക്കെ കാണുവാൻ തക്കവണ്ണം, അവരോടൊപ്പമായിരിക്കുവാൻ തക്കവണ്ണമൊക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുവാൻ തക്കവണ്ണം ഈ മഹാ ഇടവകയിലെ മാർ ബസേലിയസ് മൂവ്മെൻറ്റിന് സാധിക്കുന്നു എന്നുള്ളതിൽ അവരെ ഞാൻ അനുമോദിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. 15 നോമ്പ് സഭയിലെ പ്രധാനപ്പെട്ട നോമ്പുകളിൽ ഒന്നാണ്. 5 കാനോനിക നോമ്പിൽ പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് ദൈവമാതാവിൻ്റെ പെരുന്നാൾ, വാങ്ങിപ്പ് പെരുന്നാൾ ആഘോഷിക്കുന്നതുമായി ഒരുക്കം എന്നുള്ള നിലയിൽ 15 ദിവസത്തെ ശുനോയോ നോമ്പ് നാം അനുഷ്ഠിക്കുന്നത്. ദൈവമാതാവിൻ്റെ നാമത്തിൽ ഒരു ആരാധനാ വർഷം വിവിധ പെരുന്നാളുകളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളാണ് മാർച്ച് 25 വചനിപ്പ് പെരുന്നാൾ. യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ വലിയ സന്ദേശം ഗബ്രിയേൽ മാലാഖ വന്ന് നസറേത്തിലെ എളിയ ഭവനത്തിൽ വളരുന്ന മറിയം എന്ന ബാലികയുടെ അടുക്കൽ വന്ന് അരുളി ചെയ്യുന്ന ആ വലിയ സംഭവത്തിൻ്റെ കാരണമായി തീർന്ന ആ ചരിത്രമാണ് വചനിപ്പ് പെരുന്നാളിൽ നാം ആഘോഷിക്കുന്നത്. വചനിപ്പ് പെരുന്നാൾ ദുഃഖവെള്ളിയാഴ്ച വന്നാലും ആഘോഷത്തോടു കൂടി നമ്മൾ കൊണ്ടാടാറുണ്ട്. വചനിപ്പ് പെരുന്നാൾ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ്. ഫീസ്റ്റ് ഓഫ് അനൻസിയേഷൻ, അനൻസിയേഷൻ സൺഡേ ഉണ്ട്. ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ആ ദിവസങ്ങളിൽ, അതിൻ്റെ തുടക്കത്തിൽ അഡ്വൻറ്റ് സീസണിൽ, ആരാധനാ വർഷത്തിലെ അഡ്വൻറ്റ് സീസണിൽ അനൻസിയേഷൻ സൺഡേ നമ്മൾ കൊണ്ടാടുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഒരു പെരുന്നാൾ ഇപ്പോൾ തുടർന്ന്, ഇപ്പോൾ ഓഗസ്റ്റ് കഴിയുമ്പോൾ സെപ്റ്റംബർ 1 മുതൽ 8 വരെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് വിശ്വാസികൾ കൊണ്ടാടുന്നു. അത് ഒരു പക്ഷേ സഭയുടെ കാനോനിക ക്രമത്തിൽ ഇല്ലെങ്കിലും വിശ്വാസികളുടെ ഇടയിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു പെരുന്നാളാണ് 8 നോമ്പ് പെരുന്നാൾ. 8 ദിവസത്തെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അനേകം ആളുകൾ, അനേകം വിശ്വാസികൾ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത ഇടുന്ന ഫീസ്റ്റ് ഓഫ് നേറ്റിവിറ്റി ഓഫ് സെയിൻറ്റ് മേരി അങ്ങനെ നമ്മൾ കൊണ്ടാടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജനുവരി 15 വിത്തുകൾക്ക് വേണ്ടിയുള്ള ദൈവമാതാവിൻ്റെ പെരുന്നാൾ, മെയ് 15 കതിരുകൾക്ക് വേണ്ടിയുള്ള ദൈവമാതാവിൻ്റെ പെരുന്നാൾ, ഇതിനെല്ലാം ഉപരിയായിട്ട് ഡിസംബർ മാസം 26 ദൈവമാതാവിൻ്റെ പുകഴ്ച പെരുന്നാൾ. അപ്പോൾ ഒരു ആരാധനാ വർഷം അനേകം പെരുന്നാൾ ദൈവമാതാവിൻ്റെ നാമത്തിൽ നാം കൊണ്ടാടുന്നുണ്ട്. എന്നാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളാണ് വാങ്ങിപ്പ് പെരുന്നാൾ. ഓഗസ്റ്റ് മാസം 15 നാം അനുഷ്ഠിക്കുന്ന വാങ്ങിപ്പ് പെരുന്നാൾ 15 ദിവസത്തെ നോമ്പനുഷ്ഠാനത്തോടുകൂടി. ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഈ പെരുന്നാളിന് പറയുന്നത് ഡോർമേഷൻ ഓഫ് തിയോട്ടോക്കോസ് എന്നാണ്. ഡോർമേഷൻ ഓഫ് തിയോട്ടോക്കോസ്, ഡോർമേഷൻ എന്ന് പറഞ്ഞാൽ ഫോളിങ് അസ്ലീപ്പ്, ഉറക്കമാണ്. കന്യാമറിയാമിൻ്റെ ഉറക്കം, ഈ ലോക ജീവിതം പൂർത്തീകരിച്ച് യേശുക്രിസ്തു കുരിശിൽ ഉറങ്ങി എന്ന് പറഞ്ഞ പോലെ, ക്രിസ്തു കുരിശിൽ ഉറങ്ങി എന്ന് പറഞ്ഞതുപോലെ കന്യാമറിയാമിൻ്റെ ഉറക്കം. ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ അങ്ങനെയാണ്. ഡോർമേഷൻ ഓഫ് തിയോട്ടോക്കോസ്, ദൈവമാതാവ്, ദൈവപ്രസവിത്രി, ഗോഡ് ബെയറർ എന്നാണ്. തിയോട്ടോക്കോസ് എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ അർത്ഥം ഗോഡ് ബെയറർ, ദൈവമാതാവ് എന്നുള്ള. അങ്ങനെ ഉറക്കം, നിദ്രയിലാണ്ടു. മരണത്തിന് പുതിയ നിയമം പറയുന്ന പേരതാണല്ലോ, നിദ്രയിലാണ്ടു. കന്യാമറിയാമിൻ്റെ മരണത്തിന് ശേഷം അവളുടെ മൃതശരീരം മേഘങ്ങളിൽ എടുക്കപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേഘങ്ങളിൽ എടുക്കപ്പെട്ടു. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം
1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് മരണത്തെപ്പറ്റി പറയുന്നുണ്ട് പൗലോസ്ലീഹ. സത്യത്തിൽ നമ്മൾ ഈ ഭാഗമാണ് സ്ത്രീകളുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പോളൈൻ എപ്പിസോഡിൽ വായിക്കുന്നതാണ്. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെ പറ്റി പറയുന്ന അതാണ്. മനുഷ്യരായിട്ടുള്ളവരെല്ലാം തന്നെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നമുക്കൊക്കെ മുന്നോടിയായിട്ട് കന്യകമറിയാം അവൾ നിദ്രയിലായിരുന്നപ്പോൾ മേഘങ്ങളിൽ എടുക്കപ്പെട്ടു. ആ ഓർമ്മയാണ് നാം ഈ വാങ്ങിപ്പ് പെരുന്നാളിൽ കൊണ്ടാടുന്നത്. ശുനോയ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ 15 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളിൽ നല്ല തയ്യാറെടുപ്പോടുകൂടി ദൈവമാതാവിൻ്റെ മധ്യസ്ഥത യാചിച്ചുകൊണ്ട് ഈ പെരുന്നാൾ, ഈ ഓർമ്മ നാം കഴിക്കുകയാണ്. ദൈവമാതാവിൻ്റെ മേഘങ്ങളിലുള്ള ദൈവസന്നിധിയിലേക്കുള്ള എതിരേൽപ്പ്. ആ എതിരേൽപ്പിനു വേണ്ടി നാമും ജീവിക്കുകയാണ്. ആ എതിരേൽപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട്, മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ആ വലിയ എതിരേൽപ്പ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നാമും ജീവിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഇവിടെ പറയുന്നത് പ്രത്യാശയില്ലാത്തവരെ പോലെ നാം ജീവിക്കരുത് എന്നുള്ളത്. പ്രത്യാശയില്ലാത്തവരെ പോലെ നാം ജീവിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. കാരണം നാം ആഘോഷത്തോടുകൂടി ദൈവ സന്നിധിയിൽ ദൈവീകരായി ജീവിക്കുന്ന മനുഷ്യർക്ക് ലഭിക്കുന്ന, കന്യകമറിയാമിന് ലഭിച്ച ആ അനുഭവം, നാം ഭൂമിയിൽ മരിച്ചാലും ദൈവസന്നിധിയിൽ മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ഒരനുഭവം നമുക്കുണ്ട് എന്ന്, അത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠയായി ജീവിച്ച് ദൈവത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച് ദൈവ ഇഷ്ടം തന്നിൽ നടക്കുവാൻ തക്കവണ്ണം താഴ്മപ്പെട്ട് എളിമപ്പെട്ട് ഈ ഭൂമിയിൽ ജീവിച്ച നമുക്കെല്ലാം മാതൃകയായിരിക്കുന്ന കന്യകമറിയാമിൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ച്, മേഘങ്ങളിൽ എടുക്കപ്പെട്ടത് സംഭവിച്ച് നമുക്ക് മുന്നോടിയായി സംഭവം നടന്നു. അതിൻ്റെ ഓർമ്മയാണ്. അതുകൊണ്ട് ഈ സെലിബ്രേഷൻ എന്ന് പറയുന്നത്, കന്യകമറിയാമിൻ്റെ വാങ്ങിപ്പിൻ്റെ ഈ സെലിബ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന വലിയൊരു സംഭവത്തിൻ്റെ പഠിപ്പിക്കൽ കൂടിയാണ്. എന്താണ് നാം പ്രത്യാശയോടുകൂടി ജീവിക്കണം എന്ന് നമ്മെ വേദപുസ്തകം പഠിപ്പിക്കുന്ന, പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന ആ പഠിപ്പിക്കലുകൾ, നമ്മുടെ മനസ്സിൽ രൂഢമൂലമാകുവാൻ തക്കവണ്ണം ഉള്ള ഒരു സംഭവം കൂടിയാണ് ഇത് എന്ന് നാം പ്രത്യേകം ഓർക്കേണ്ട സംഗതിയാണ്. ദൈവമാതാവിനെ പറ്റി പറയുമ്പോൾ പഴയ നിയമത്തിൽ ദൈവമാതാവിൻ്റെ അനേകം സൂചനകളുണ്ടെന്നാണ്. അത് ആദിയോടന്തം, പ്രവാചകന്മാർ മാത്രമല്ല, ആദിയോടന്തം ദൈവമാതാവിൻ്റെ സൂചനയുണ്ട്. എപ്പോൾ ഹൗവ അല്ലെങ്കിൽ മനുഷ്യൻ പാപത്തിൽ വീണുപോയോ അതിനുശേഷമുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ ചരിത്രത്തിൽ വരാനിരിക്കുന്ന ഈ പാപത്തിൻ്റെ പടുകുഴിയിൽ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം, മനുഷ്യനാൽ വീഴപ്പെട്ട മനുഷ്യവർഗത്തെ, ദൈവസൃഷ്ടിയെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണമുള്ള പുതിയ ഹൗവായുടെ നിഴലുകൾ പഴയ നിയമത്തിൽ ഉണ്ട് എന്നുള്ളത് ആദിയോടന്തമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഇന്ന് വിശദീകരിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കന്യകമറിയാമിനെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനമാണ്
യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിൽ നാം കാണുന്നത്. യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിൽ കന്യാമറിയാമിനെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവചനം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ പറ്റിയാണ്, ഇസ്രായേലിൻ്റെ പാപത്തെ യെശയ്യാ പ്രവാചകൻ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇസ്രായേൽ ദൈവസന്നിധിയിൽ പാപം ചെയ്തതിനെ പറ്റി 7-ാം അധ്യായത്തിൽ പ്രത്യേകിച്ചും ആഹാസ് രാജാവിൻ്റെ, ഇസ്രായേലിൻ്റെ രാജാവായ ആഹാസിൻ്റെ ദുർനടപ്പുകളെയും തെറ്റായ തീരുമാനങ്ങളെയും, തൻ്റെ ഭരണത്തിലുള്ള തെറ്റായ തീരുമാനങ്ങളെയും, ദൈവത്തെ യഹോവയെ ആശ്രയിക്കാതെ മറ്റ് ശക്തികളെ ആശ്രയിക്കുന്ന ആഹാസിൻ്റെ തെറ്റായ തീരുമാനങ്ങളെയൊക്കെ ശക്തമായി വിമർശിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ രക്ഷകനായി വരുന്ന മശിഹായുടെ അടയാളത്തെപ്പറ്റി യെശയ്യാ പ്രവചനം പറയുന്നുണ്ട്. 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. അതുകൊണ്ട് എന്ന് പറയുന്നതിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇസ്രായേലിൻ്റെ തിന്മകളുടെ കാര്യമാണ്, അല്ലെ മനുഷ്യവർഗത്തിൻ്റെ തിന്മ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരും. എന്താ അടയാളം? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. വരാനിരിക്കുന്ന മശിഹായെ പറ്റിയുള്ള യെശയ്യാ പ്രവാചകന്റെ പ്രവചനമാണ്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ. അതാണ് മത്തായി ശ്ലീഹ ഈ പ്രൊഫസിയാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ ഈ ജോസഫിനുണ്ടാകുന്നത്. ജോസഫിന് ഉറക്കത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറയുന്നത് ഈ സംഗതിയാണ് പറയുന്നത്. ജോസഫിനോട് പറയുന്നത് ആരെപ്പറ്റി പറയുന്നത്? തൻ്റെ ഭാര്യയായിരിക്കുന്ന മറിയമിനെ പറ്റി ജോസഫിനുണ്ടാകുന്ന സ്വപ്നമാണ്, വെളിപാടാണത്. കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള, ദാവീദിന്റെ മകനായ ജോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ച്, അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ആ ഇമ്മാനുവേലിൻ്റെ ഗുണഗണങ്ങളെപ്പറ്റി, അവൻ ആരായിരിക്കും എന്നുള്ളതിനെ പറ്റി 11-ാം അധ്യായത്തിൽ, യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൽ ഈ കന്യക ഗർഭം ധരിച്ച് ജനിക്കുന്ന ഇമ്മാനുവേൽ ആരായിരിക്കും എന്നുള്ളതിനെ പറ്റി യെശയ്യാ പ്രവാചകൻ തന്നെ 11-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോഭക്തിയുടെയും ആത്മാവ് തന്നെ. അവൻ്റെ പ്രമോദം യഹോഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയില്ല. ഇന്നത്തെ എല്ലാ ഭരണകർത്താക്കളും ചിന്തിക്കേണ്ട സംഗതിയാണ്. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയില്ല. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഈ കന്യക ഗർഭണം ധരിച്ച് പ്രസവിച്ചു വരുന്ന മകനെപ്പറ്റി യെശയ്യാ പ്രവാചകൻ 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പ്രവചനം, അത് പൂർത്തീകരിച്ച് ക്രിസ്തു ജനിക്കുമ്പോൾ അവനെങ്ങനെയായിരിക്കും എന്നുള്ളതും യെശയ്യാ പ്രവാചകൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ കന്യകമറിയാമിനെ പറ്റി അനേകം, അതിലേക്ക് ഞാൻ വരാം, അതിലേക്ക് വരുന്ന അനേകം പ്രാർത്ഥനകളും ഒക്കെ ഉണ്ട്. ഈ പ്രവചനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഓരോ പ്രാർത്ഥനയിലും അഴിവിട്ടിറക്കി നമ്മൾ ചിന്തിക്കുന്ന അനേകം പ്രാർത്ഥനകൾ നമുക്കുണ്ട്. എന്തുകൊണ്ട് യേശുക്രിസ്തു ജനിക്കേണ്ടി വന്നു എന്നാണ്. അതാണ് ആ 1-ാം ഹൗവയും 2-ാം ഹൗവയും എന്ന് നമുക്ക് പറയാറുണ്ടല്ലോ. 1-ാം ഹൗവ പാപം ചെയ്തു. എന്തുകൊണ്ട് 1-ാം ഹൗവ പാപം ചെയ്തു? അവൾ സംസാരിച്ചത് പിശാചിൻ്റെ പ്രതിനിധിയായ പാമ്പിനോടായിരുന്നു. പിശാചിൻ്റെ ദൂതനോട് സംസാരിച്ചു എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ പാമ്പും ആ സംഭാഷണം
ആ സംഭാഷണം നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അതിലൂടെ മനുഷ്യവർഗം പാപത്തിലേക്ക് വീണു. അങ്ങനെ ഹവ്വ പാപത്തിൻ്റെ ഫലത്തിൻ്റെ അടുക്കിലേക്ക് നീങ്ങി. രണ്ടാം ഹവ്വ സംസാരിച്ചത് പിശാചിന്റെ പ്രതിനിധിയായ പാമ്പിനോടല്ല. രണ്ടാം ഹവ്വ സംസാരിച്ചത് ആരോടാ? ദൈവത്തിന്റെ പ്രതിനിധിയായ ഗബ്രിയേൽ മാലാഖയോടാണ്. അപ്പോ ഒന്നാം ഹവ്വ ചെയ്ത തെറ്റിന് പരിഹാരം നൽകാൻ തക്കവണ്ണം എങ്ങനെ സാധിച്ചു എന്നുള്ളത് രണ്ടാം ഹവ്വ വെളിപ്പെടുത്തുകയാണ്. പാപത്തിലേക്ക് പോകാൻ കാരണമായി തീരുന്നത് ഒന്നാം ഹവ്വ പിശാചിന്റെ പ്രതിനിധിയായ പാമ്പിനോട് സംസാരിച്ച് അരുതാത്ത ഫലത്തിലേക്ക് അവൾ പോയെങ്കിൽ, രണ്ടാം ഹവ്വ ദൈവത്തിന്റെ പ്രതിനിധിയായ ഗബ്രിയേൽ മാലാഖയോട് സംസാരിച്ച് അവന് വിധേയപ്പെടുന്നു. നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് അവന് വിധേയപ്പെടുന്നു. ആദ്യത്തെ ഹവ്വ പാമ്പിന്റെ പ്രതിനിധിയോട് സംസാരിച്ച് അവന് വിധേയപ്പെട്ടു, അങ്ങനെ പാപത്തിലേക്ക് പോയി. കന്യാമറിയാം ഗബ്രിയേൽ മാലാഖയുടെ ശബ്ദം ദൈവത്തിന് വിധേയപ്പെട്ട് നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ അവിടെ അവന് വിധേയപ്പെട്ടു. അവൾ പോകുന്ന വൃക്ഷം എന്ന് പറയുന്നത് പിന്നെ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഗബ്രിയേൽ മാലാഖയോട് സംസാരിക്കുന്ന ആ സംഭാഷണത്തിന്റെ പരിണിത ഫലം നമ്മൾ കാണുന്നത് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായത്തിലാണ്. എന്താ? 27-ാം വാക്യം, ക്രൂശിന്റെ ചുവട്ടിൽ, ജീവവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന കന്യകമറിയ. ജീവവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന കന്യകമറിയ, അതാണ് കന്യകമറിയ മനുഷ്യവർഗത്തെ ജീവന്റെ അനുഭവത്തിലേക്ക് നയിച്ച ആ വലിയ സംഭവം. കന്യകമറിയാം മനുഷ്യവർഗത്തെ ജീവന്റെ അനുഭവത്തിലേക്ക് നയിച്ച വലിയ സംഭവം, ജീവവൃക്ഷത്തിന്റെ അടുക്കിലേക്ക് അവൾ മാത്രമല്ല സകല മനുഷ്യരെയും ക്രൂശിന്റെ അടുക്കിലേക്ക്, ജീവവൃക്ഷത്തിന്റെ അടുക്കിലേക്ക് അടുപ്പിച്ചു. അങ്ങനെ ആ ജീവവൃക്ഷത്തിന്റെ ഫലത്തിലൂടെ മനുഷ്യജാതിക്ക് മോചനം ലഭിക്കുന്ന, മനുഷ്യവർഗത്തിന് മോചനം ലഭിക്കുന്ന വലിയ ആ പദ്ധതിയില്ലേ, പദ്ധതി ഭൂമിയിൽ നിറവേറുവാൻ തക്കവണ്ണം രണ്ടാം ഹവ്വയായി, വീണ്ടെടുപ്പിന്റെ ഹവ്വയായി, മോചനത്തിന്റെ ഹവ്വയായി, പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിന്റെ ഹവ്വയായി, മോചനത്തിന്റെ ഹവ്വയായി കന്യകമറിയാം കാണപ്പെട്ടു എന്നുള്ളതാണ് ഈ പെരുന്നാളിൽ, ഈ നോമ്പിൽ നാം ധ്യാനിക്കേണ്ടതായ വിഷയം. നാം എവിടേക്കാണ് യാത്ര ചെയ്യുന്നതെന്നുള്ളത്, ജീവവൃക്ഷത്തിന്റെ അടുക്കിലേക്കുള്ള യാത്ര. കന്യകമറിയാം നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന അതിലേക്കാണ്, ക്രൂശിന്റെ ചുവട്ടിലേക്ക്. അവളുടെ ജീവിതത്തിന്റെ ലക്ഷ്യമതായിരുന്നു. ഈ ഭൂമിയിൽ അവൾ ജീവിച്ചത് അതിനു വേണ്ടിയാണ്. രണ്ടാം ഹവ്വയായി നിന്നുകൊണ്ട് ജീവവൃക്ഷത്തിന്റെ അടുക്കിലേക്ക് മനുഷ്യജാതിയെ കൈപിടിച്ചു കൊണ്ടുപോകാൻ നമുക്കറിയാമല്ലോ. ഒന്നാം ഹവ്വ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ മനുഷ്യൻ 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ മനുഷ്യൻ തൻ്റെ ഭാര്യയെ വിളിച്ചു, ഹവ്വ എന്ന് വിളിച്ചു. മനുഷ്യൻ തൻ്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേരിട്ട് വിളിച്ചു. അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലോ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് രണ്ടാം ഹവ്വയെ വിളിച്ചു, സഭയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നാം ആദം വിളിച്ച് തൻ്റെ ഹവ്വയെ പേര് ചൊല്ലി വിളിച്ച് ജീവനുള്ളവർക്കെല്ലാം മാതാവെന്ന് പറഞ്ഞ അതുപോലെ രണ്ടാം ആദാം കന്യകമറിയാമിനെ വിളിച്ചു, ഇതാ വിളിച്ച് സഭയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ 4-ാം അധ്യായം 26-ാം വാക്യം, മീതിയുള്ള യെരൂശലേമേ നീ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. യെരൂശലേമിനെ നോക്കി, പുതിയ നിയമസഭയെ നോക്കിക്കൊണ്ട്
പൗലോസ്ലീഹ പറയുകയാണ്, മീതെയുള്ള യെരൂശലേമേ നീ സ്വതന്ത്രയാകുന്നു. കാരണം എന്താ? അവൾ നമ്മുടെ അമ്മയായി, കന്യകമറിയാം നമ്മുടെ അമ്മയായി എന്നുള്ളതുകൊണ്ട്. ആദ്യത്തെ ഹൗവ പാപത്തിന്റെ ബന്ധനത്തിലേക്ക് മനുഷ്യജാതിയെ കൊണ്ടുപോയെങ്കിൽ പുതിയ നിയമസഭയാകുന്ന യെരൂശലേമിനെ സ്വതന്ത്രയാക്കുന്ന അമ്മയായി കന്യകമറിയാം വന്നു എന്നുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ ദിവസങ്ങളിൽ കന്യകമറിയാമിനെ പറ്റിയുള്ള ഈ വലിയ വേദശാസ്ത്ര ചിന്തകൾ നമ്മുടെ മനസ്സിൽ നാം ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കന്യകമറിയാമിനെ പറ്റി പ്രവാചകന്മാര് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്മുടെ പാട്ടുകളിൽ അത് ചൊല്ലുകയും ചെയ്യുന്നു. രാത്രി നമസ്കാരത്തിൻ്റെ ശ്ലീബായുടെ രാത്രി നമസ്കാരം നമ്മൾ ചൊല്ലുന്നത് ഇങ്ങനെയാണ്: മോഹന സുന്ദരനാമങ്ങൾ നൽകി പൂർവിക നീതിജ്ഞർ കന്യക ദാവീദിൻ മകൾ മറിയാമിനായി പൂട്ടിയ വാതിലിതന്നേവം ഹസ്കീയേലോതി പൂട്ടിയ തോട്ടമടച്ചോരുറ്റന്നേവം ശ്ലേമോൻ പുരിയന്നേവം ദാവീദും ജാതികളെ പോഷിപ്പിപ്പാൻ വിത്തില്ലാതെ മുളച്ചൊരു നല്ല സസ്യം താൻ മശിഹാനാഥൻ തൽസ്മൃതി മാനിച്ചാനൊഴിയിലും. പ്രവാചകന്മാര് കന്യകമറിയാമിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് നമ്മൾ വീണ്ടും ഇവിടെ പാടുകയാണ്. മോഹന സുന്ദര നാമങ്ങൾ, വലിയ ശ്രേഷ്ഠമായ സുന്ദരമായ മോഹനമായ നാമങ്ങളാണ് പൂർവികരായ പിതാക്കന്മാർ, പൂർവികരായ നീതിജ്ഞന്മാർ കന്യകമറിയാമിന് നൽകിയിരിക്കുന്നത്. ശ്രേഷ്ഠമായ നാമങ്ങൾ നൽകിയിരിക്കുന്നത് എന്തൊക്കെയാ? ദാവീദിന്റെ മകൾ കന്യകയ്ക്ക് മറിയാമിനായിട്ട് ഇങ്ങനെ ശ്രേഷ്ഠമായ നാമങ്ങൾ നൽകിയിരിക്കുന്നത്. അടയ്ക്കപ്പെട്ട വാതിലെന്ന് ഹസ്കിയേലോതി. എസെക്കിയേൽ പ്രവചനം 44 അധ്യായം 1-2 വാക്യങ്ങൾ. എസെക്കിയേൽ പ്രവചനം 44 അധ്യായം 1-2 വാക്യങ്ങൾ. അതാണ് കന്യകമറിയാമിനെ പറ്റി എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന അതാണ്. എന്താ? അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. യെരൂശലേം ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന കാര്യമാണ് പറയുന്നത്. എന്നാൽ അത് അടച്ചിരുന്നു, ദേവാലയത്തിന്റെ വാതിൽ അടച്ചിരിക്കുകയാണ്. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം, ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം. കന്യകമറിയാമിനെ അടയ്ക്കപ്പെട്ട വാതിലായിട്ട് എസെക്കിയേൽ പ്രവചനത്തിൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. യെരൂശലേമിന്റെ അടയ്ക്കപ്പെട്ട വാതിൽ എന്താണ്? മറ്റാർക്കും പ്രവേശനമില്ലാത്ത വാതിൽ. അതുകൊണ്ടാണ് നമ്മൾ കന്യകമറിയാമിനെ നിത്യകന്യക എന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ കാര്യം അതാണ്. പ്രവാചകന്റെ പ്രവചന പൂർത്തീകരണമാണത്. അത് അടയ്ക്കപ്പെട്ട വാതിലാണത്. കാരണം എന്താ? ദൈവം, യഹോവയായ ദൈവം അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് സാധാരണ മനുഷ്യർക്കതിൽ പ്രവേശനമില്ല. അതാണ് നമ്മൾ ഈ സുന്ദരമായിട്ട് പാടുന്നത്. സഭ കന്യകമറിയാമിനെ കാണുന്നത് കന്യകയായിട്ടാണ്. കന്യകയായിട്ട് കാണുന്നതിന്റെ കാരണം അത് അടയ്ക്കപ്പെട്ട വാതിലാണ് എന്നുള്ളതാണ്. കന്യകമറിയാം അടയ്ക്കപ്പെട്ട വാതിലാണ്. എന്തുകൊണ്ട് അടയ്ക്കപ്പെട്ട വാതിലായി? യെരൂശലേമിന്റെ അടയ്ക്കപ്പെട്ട വാതിൽ പോലെ. യെരൂശലേമിന്റെ അടയ്ക്കപ്പെട്ട വാതിൽ അത് അടയ്ക്കപ്പെട്ടതായി സൂക്ഷിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്താ കാരണം? അതിലൂടെ യഹോവയായ കർത്താവ് പ്രവേശിച്ചിരിക്കുന്നു. കന്യകമറിയാമെന്ന് പറയുന്ന യെരൂശലേമിലേക്ക്, യെരൂശലേം എന്ന ആ വലിയ ദൈവ കൊട്ടാരത്തിൽ, ദേവാലയത്തിൽ, കന്യകമറിയാം ദേവാലയമാണ്. ആ ദേവാലയത്തിൽ കൂടി യഹോവയായ കർത്താവ് പ്രവേശിച്ചിരിക്കുന്നത് കൊണ്ട് അത് അടയ്ക്കപ്പെട്ട വാതിലാണ്. അതുകൊണ്ട് ഹെസക്കിയേൽ അടയ്ക്കപ്പെട്ട വാതിൽ എന്ന് പാടിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മൾ രാത്രി നമസ്കാരത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ശലോമോൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ശലോമോൻ പറഞ്ഞിരിക്കുന്നത് ഉത്തമഗീതം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം.
എൻ്റെ സഹോദരി, എൻ്റെ കാന്ത കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന കിണർ. ശലോമോൻ പറഞ്ഞിരിക്കുന്നതാണ്, എൻ്റെ സഹോദരി എൻ്റെ കാന്ത. എൻ്റെ സഹോദരിയും എൻ്റെ കാന്തയുമായുള്ള എന്താ കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടമാണത്. എൻ്റെ സഹോദരിയും എൻ്റെ കാന്തയുമായവൾ. ശലോമോൻ കന്യാമറിയാമിനെ പറ്റി പ്രവചിച്ചിരിക്കുകയാണ്. എൻ്റെ സഹോദരിയും എൻ്റെ കാന്തയുമായവൾ ആരാണ്? കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടമാണത്, അടച്ചിട്ടിരിക്കുന്ന ഒരു നീരുറവയാണത്, മുദ്രയിട്ടിരിക്കുന്ന കിണറാണ്. കാരണം എൻ്റെ കാന്തനു വേണ്ടി എന്താണ് ഇത് പാടുന്നത്? ഇത് എപ്പോഴും ഉപയോഗിക്കുന്ന പാട്ടാണെന്നറിയാമോ? മണവാട്ടിയെ എതിരേൽക്കുന്ന പാട്ടാണത്. ഈ മണവാട്ടിയെ എതിരേറ്റുകൊണ്ട് മണവാളന്റെ അടുക്കിലേക്ക് വരികയാണ്. മണവാട്ടിയെ എതിരേറ്റുകൊണ്ട് മണവാളന്റെ അടുക്കിലേക്ക് വരുന്നു. സഭയുടെ അടുക്കിലേക്ക് കന്യാമറിയാമിനെ കൊണ്ടുവരികയാണ്. എങ്ങനെ? എൻ്റെ കാന്ത കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന നീരുറവ, മുദ്രയിട്ടിരിക്കുന്ന കിണർ. അതാണ് നമ്മളിവിടെ ഇങ്ങനെ പാടുന്നത്. പൂട്ടിയ തോട്ടം അടച്ചോര്, പൂട്ടിയ തോട്ടം, പിന്നെ അടച്ചോർ ഊറ്റ്. ഊറ്റെന്ന് പറഞ്ഞാൽ നീരുറവ. പൂട്ടിയ തോട്ടം അടച്ചോരൂറ്റെന്നേ ശലോമോൻ പാടി. അങ്ങനെ എന്തുകൊണ്ടത് അടച്ചിരിക്കുന്നു? അത് മണവാളന് മാത്രമുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ തോട്ടം സീൽ ചെയ്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ നീരുറവ മറ്റാർക്കും എടുക്കപ്പെടാൻ തക്കവണ്ണം അത് അടപ്പിട്ട് ലോക്ക് ചെയ്തിരിക്കുന്നത്? കാരണം അത് മണവാളന് വേണ്ടി മാത്രമുള്ളതാണ് എന്നുള്ളതാണ്. അപ്പൊ കന്യാമറിയാമിനെ പറ്റിയുള്ള പഴയ നിയമ ചിന്തകൾ നമ്മളിവിടെ കാണുന്ന എൻ്റെ സഹോദരി എൻ്റെ കാന്ത കന്യാമറിയാമിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. വെർജിൻ കന്യകയാണ് എന്നുള്ളത് പഴയ നിയമ പ്രൊഫസി എല്ലാം തന്നെ, പ്രവചനങ്ങളെല്ലാം തന്നെ കന്യാമറിയാമിനെ പറ്റി പഠിപ്പിക്കുന്നത് അതാണ്. എൻ്റെ സഹോദരി എൻ്റെ കാന്ത, കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ, മുദ്രയിട്ടിരിക്കുന്ന കിണർ. ഇങ്ങനെ അപ്പോ പഴയ നിയമ പ്രവാചകന്മാർ കന്യാമറിയാമിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഈ വലിയ ചിന്തകൾ എല്ലാം തന്നെ ദൈവമാതാവിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളത്. കന്യാമറിയാമിൽ പൂർത്തീകരിക്കപ്പെട്ടു. അവൾ സഭയ്ക്ക് വേണ്ടി മുദ്രയിട്ടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറി. വീണ്ടും നമ്മൾ കന്യാമറിയാമിനെ പറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്ന് പറയുന്നതാണ്, നമുക്കറിയാമല്ലോ, ഈ സീനായ് മലയുടെ മുകളിൽ കത്തുന്ന മുൾപടർപ്പിൻ്റെ ആ ഇമേജറി. സീനായ് മലയുടെ മുകളിൽ കത്തുന്ന മുൾപടർപ്പിൽ അത് നമ്മളുടെ ദുഃഖവെള്ളിയാഴ്ചയിലത്തെയും കർഷാനുഭവ ആഴ്ചയിലത്തെയും ഒക്കെ പ്രാർത്ഥനകളിൽ അത് പറയുന്നുണ്ട്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും, നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള പാട്ട് നമ്മൾ പാടുമ്പോൾ അതിലുണ്ട്. ശീമാ നമസ്കാരത്തിൻ്റെ മാവുർബോ, എട്ടാമത്തെ നിറം ചൊല്ലുമ്പോൾ നമ്മൾ എട്ടാമത്തെ നിറത്തിലെ മാവുർബോ ചൊല്ലുന്നത് എങ്ങനെയാണ്? വിശ്വാസികൾ നമ്മെ രക്ഷിപ്പാൻ ഗിരിഹോറേവിൻ ജ്വാലയിൽ ദർശിപ്പിച്ച പൈതലിനെ കീർത്തിച്ചിടാം. അത് പാർത്താൽ അത്ഭുത കന്യ സൂചനയാം. തന്മൂലം സ്തുതി സദതം നമ്മൾ കർപ്പിക്കാം. വിശ്വാസികൾ നമ്മെ രക്ഷിപ്പാൻ. സത്യത്തിൽ സീനായ് മലയുടെ മുകളിൽ മോശ മുൾപടർപ്പിനെ കണ്ടത്, അതിൽ ദൈവവചനം കണ്ടത് എന്തിനു വേണ്ടിയാണ്? ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവജനത്തിൻ്റെ രക്ഷയുടെ അനൗൺസ്മെന്റ് ആണ് അവിടെ. ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവജനത്തിൻ്റെ രക്ഷയുടെ അനൗൺസ്മെന്റ് ആണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ യഹോവ ഹോറേബ് മലയുടെ അടിവാരത്തിൽ യഹോവ മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന സംഭവം വളരെ ഹൃദയവർജകമായിട്ട് വിവരിച്ചിട്ടുണ്ട്.
അവിടെ കത്തുന്ന മുൾപ്പടർപ്പിന് നടുവിൽ നിന്നുകൊണ്ട് യഹോവ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. അവനോട് പറഞ്ഞു, എൻ്റെ ജനത്തിൻ്റെ വേദന ഞാൻ കണ്ടു. 2 പ്രാവശ്യം എടുത്താ പറയുന്നത്. എൻ്റെ ജനത്തിൻ്റെ വേദന ഞാൻ കണ്ടു. അവരുടെ നിലവിളി എൻ്റെ കാതുകളിൽ ഞാൻ കേട്ടു. ഞാനിതാ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. എന്തിനാ? അവരെ രക്ഷിപ്പാൻ. അതുകൊണ്ടാണ് നമ്മൾ എന്താ പാടിയത്? വിശ്വാസികൾ നമ്മെ രക്ഷിപ്പാൻ ഗിരിഹോറേബിൻ ജ്വാലയതിൽ. വിശ്വാസികൾ നമ്മെ രക്ഷിപ്പാൻ കർത്താവ് മനുഷ്യാവതാരം ചെയ്ത സംഭവം, കന്യകമറിയാമിലൂടെ കർത്താവ് മനുഷ്യാവതാരം ചെയ്ത ആ സംഭവത്തെ പിതാക്കന്മാര് ആരാധനയിൽ ഓർത്തഡോക്സ് വേദശാസ്ത്രമായിട്ട് നമ്മെ പഠിപ്പിക്കുമ്പോൾ സീനായ് മലയിൽ മോശ കണ്ട ദർശനത്തിന് സമാനമായിട്ടാണ്. സീനായ് മലയുടെ അടിവാരത്തിൽ മോശ ആയിരിക്കുമ്പോൾ മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ടു. അതെന്തെന്ന് നോക്കുവാൻ തക്കവണ്ണം അവൻ തിരിഞ്ഞു നോക്കി. അവനെ അതിശയിപ്പിച്ച സംഗതി, മുൾപ്പടർപ്പ് കത്തുന്നു, പക്ഷെ അത് എരിഞ്ഞു പോകുന്നില്ല, നശിച്ചു പോകുന്നില്ല. ഇറ്റ് വാസ് നോട്ട് കൺസ്യൂംഡ്. അവിടെ വന്ന് ദൈവത്തിന്റെ ശബ്ദം അവൻ കേട്ടു. എന്താ? ഇസ്രായേലിനെ രക്ഷിക്കുവാൻ തക്കവണ്ണം കടന്നു വരുന്ന ഇസ്രായേൽ, ഈജിപ്തിലെ അടിമത്തത്തിലായിരിക്കുന്ന ഇസ്രായേലിനെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം തീരുമാനിച്ചിരിക്കുന്ന ദൈവ പദ്ധതിയുടെ വലിയ ശബ്ദം കേൾക്കുവാൻ അവനിടയായി. യഹോവ അവനോട് പറഞ്ഞു, മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവം അവനോട് പറഞ്ഞു, ഞാനിതാ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു ഇസ്രായേലിനെ രക്ഷിക്കാൻ. അവനോട് പറയുന്ന പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നത് എങ്ങനെയാണ്? എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ നിലവിളി എൻ്റെ കാതുകളിലെത്തി, അവരുടെ വേദന ഞാൻ കണ്ടു എന്നാ പറയുന്നത്. അതുകൊണ്ട് ഞാനിതാ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു ഇസ്രായേലിനെ രക്ഷിപ്പാൻ. അങ്ങനെ വിശ്വാസികളെ രക്ഷിപ്പാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മുൾപ്പടർപ്പാണ്, കത്തിപ്പോകാത്ത മുൾപ്പടർപ്പാണ് കന്യകമറിയാം. അതാണ് നമ്മളിവിടെ കണ്ടത്. കത്തിപ്പോകാത്ത മുൾപ്പടർപ്പ്. തീ കത്തുന്നു. നമുക്കറിയാമല്ലോ കന്യകമറിയാമിന്റെ ജീവിതത്തിൽ അവൾ അനുഭവിച്ച വേദനയും ത്യാഗവും പ്രയാസവും കണ്ണുനീരും. കത്തുന്ന അതാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, യേശുക്കുഞ്ഞിനെയും കൊണ്ട് യെരുശലേം ദേവാലയത്തിൽ വന്ന കന്യകമറിയാമിനെ നോക്കിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വൃദ്ധനായ ശിമ്യോൻ പറയുന്നത്, നിന്റെ ഹൃദയത്തിലൂടെയും വാൾ കടക്കുമെന്ന് പറയുന്നു. നിന്റെ ഹൃദയത്തിലൂടെയും വാൾ കടക്കും. ഹൃദയത്തിൽ വാളുമായി വേദനയുടെ, പ്രയാസത്തിന്റെ, ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ നെരിപ്പോടുമായി ജീവിതം മുഴുവൻ ജീവിച്ച വ്യക്തിയാണ് കന്യകമറിയാം. പക്ഷെ അവൾ കത്തിപ്പോയില്ല എന്നുള്ളതാണ്. ഈ തീയുടെ നടുവിൽ ആയിരുന്നുകൊണ്ട് അത് മോശ കണ്ട സീനായി മലയിൽ കണ്ട മുൾപ്പടർപ്പിന് സമാനമായിരുന്നുവെന്ന് നമ്മൾ വിശുദ്ധ കുർബാന ക്രമത്തിൽ നമ്മൾ പാടുന്ന ഇത് തന്നെയാണ്. കുർബാനയ്ക്ക് മുമ്പായിട്ടുള്ള പാട്ട് പാടുമ്പോൾ, സീനായ് ശൈലത്തിൽ മോശ ദർശിച്ച മുൾക്കൂട്ടം കന്യേ നിൻ ചിത്രം തന്നെ, മാതാവേ മുള്ളായി കണ്ടാൻ നിൻ ദേഹം, തീതീണ്ടാഞ്ഞോരാ പത്രം കന്യാത്വം, അംഹാലേലൂയ ഓ ഹാലേലൂയ, അന്തർഭാഗാഗ്നി ഗർഭസ്ഥൻ ദൈവം. കന്യകമറിയാമിനെ ഇവിടെ ഉപമിച്ചിരിക്കുന്നത് എങ്ങനെയാ? സീനായ് ശൈലത്തിൽ, സീനാമല മുകളിൽ മോശ കണ്ട മുൾക്കൂട്ടം, അതിൽ ആ കത്തിപ്പോകാത്ത മുൾപ്പടർപ്പായിട്ട് മോശ കണ്ട കത്തിപ്പോകാത്ത, തീ കത്തുന്നുണ്ട് പക്ഷേ കത്തിപ്പോകുന്നില്ല, കത്തിപ്പോകാത്ത മുൾപ്പടർപ്പായിട്ട് അവളെ കണ്ടു. മാതാവേ മുള്ളായി കണ്ടാൻ നിന്നേഹം, നിന്റെ ശരീരം മുള്ളാണ്, വേദനയാണ്.
ഇതൊക്കെയാണെങ്കിലും തീ നശിപ്പിക്കാത്ത കന്യാത്വം, തീ നശിപ്പിക്കാത്ത ജീവിതം, അതാണ് കന്യകമറിയാമിൻ്റെ ജീവിതം നമ്മൾക്ക് നൽകുന്ന സന്ദേശവും അതാണ്. ഈ 15 നോമ്പിൽ കന്യകമറിയാം ഇന്ന് ഈ ധ്യാനത്തിൽ സംബന്ധിക്കുന്ന നമ്മൾക്ക് നൽകുന്ന സന്ദേശം അതാണ്. നമ്മെ ദഹിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള തീ, നമ്മെ വേദനപ്പെടുത്തുവാൻ, നശിപ്പിക്കുവാൻ തക്കവണ്ണം തീയിലൂടെയാണ് ഒരുപക്ഷെ നമ്മുടെ ജീവിതം കടന്നു പോകുന്നതെങ്കിലും അത് നമ്മെ നശിപ്പിക്കുവാതിരിക്കാൻ തക്കവണ്ണമുള്ള ദൈവകൃപ ആർജിച്ചെടുക്കുക എന്നുള്ളത്. നമുക്കറിയാമല്ലോ, നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടം എല്ലാ മനുഷ്യരും വേദനയുടെയും ദുഃഖത്തിൻ്റെയും മരണത്തിൻ്റെയും ഭീതിയിലും നിഴലിലുമാണ്. വേദനയുടെയാണ്. നമ്മെ ജീവിതത്തെ നശിപ്പിക്കുന്ന തീ നമുക്ക് ചുറ്റും പടർന്നു പിടിച്ചിരിക്കുകയാണ്. കൊറോണ വൈറസ് എന്ന് പറയുന്ന വലിയ മഹാമാരിയെ ലോകം മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. ലോകം മുഴുവനാണത്. ഏതെങ്കിലും ഒരു പ്രദേശത്തെയോ ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്തെയോ മാത്രം ബാധിക്കുന്ന, ഏതെങ്കിലും ഒരു സമൂഹത്തെയോ മാത്രം ബാധിക്കുന്ന ഒരു മഹാമാരിയല്ലിത്. ലോകം മുഴുവൻ, മനുഷ്യജീവിതത്തെ മുഴുവൻ നശിപ്പിക്കാൻ കരുത്തുള്ള തീയിലേക്ക് മനുഷ്യജാതി എടുത്തെറിയപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷേ വലിയ തീയിൽ നിന്നും, എരിതീയിൽ നിന്നും, കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൽ തൻ്റെ ജീവിതത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ച കന്യകമറിയാമിൻ്റെ ജീവിതം നമ്മുടെ മുമ്പിൽ നമുക്ക് മാതൃകയായിട്ട് നിൽക്കുന്നു. എല്ലാ അഗ്നിപരീക്ഷണങ്ങളെയും, എല്ലാ പ്രലോഭനങ്ങളെയും, എല്ലാ വേദനകളെയും, എല്ലാ രോഗങ്ങളെയും അതിജീവിക്കുവാനുള്ള ദൈവശക്തി, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പറഞ്ഞ് ക്രിസ്തുവിന് ജന്മം നൽകുവാൻ തക്കവണ്ണം തന്നെ സമർപ്പിച്ചപ്പോൾ, യേശുക്രിസ്തുവിനെ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം തന്നെ സമർപ്പിച്ചപ്പോൾ എരിഞ്ഞു പോകാത്ത മുൾപ്പടർപ്പായി, തീ കത്തുന്നുണ്ടെങ്കിലും എരിഞ്ഞു പോകാത്ത മുൾപ്പടർപ്പായി ഈ ലോകത്തിൽ ജീവിച്ച് ക്രിസ്തുവിനെ ലോകത്തിന് നൽകി ദൈവസന്നിധിയിലേക്ക് മേഘങ്ങളിൽ എടുക്കപ്പെട്ട വലിയ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ വ്യക്തിത്വമാണ് കന്യകമറിയാം. അതേപോലൊരു വ്യക്തിത്വം മനുഷ്യ ചരിത്രത്തിലുണ്ടായിട്ടില്ല. പരിശുദ്ധയായ ദൈവമാതാവ് എരുതിയിൽ കത്താതെ തൻ്റെ ജീവിതത്തെ വിശുദ്ധമായി സൂക്ഷിച്ചതുപോലെ നമുക്ക് ചുറ്റുമുള്ള എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും, എല്ലാ രോഗങ്ങളിൽ നിന്നും, എല്ലാ വേദനകളിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തെ നാം സംശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ച് ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായ ഒരു ജീവിതമായി സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ 15 നോമ്പ് നമുക്ക് നൽകുന്ന സന്ദേശം. ഇതിലേക്ക് പരിശുദ്ധിയായ മാതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് തുണയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാർക്കുമോ ത്രിയേക ദൈവമേ, നിന്റെ ആർദ്രതയാൽ ഞങ്ങളോട് കരുണ തോന്നണമേ. നിനക്ക് ഇഷ്ടമുള്ളവരായി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും നിന്റെ ഹിതാനുവർത്തികളായി ജീവിക്കുവാനും ഞങ്ങളെ ഒരുക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ പരിശുദ്ധന്മാരുടെ ജീവിതങ്ങൾക്ക് സദൃശരായി വളർത്തണമേ.
പരിശുദ്ധാത്മ നിറവോടെ നിന്റെ സന്നിധിയിലായിരിക്കാനും സ്വർഗീയ കൃപകൾ പ്രാപിക്കുവാനും ഞങ്ങൾക്കിടയാകണമേ. പ്രത്യേക സഹദേന്മാരുടെ കിരീടവും സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും രാജ്ഞിയും ദൈവത്തെ പ്രസവിച്ചവളുമായ കൃപ നിറഞ്ഞ മാതാവേ, നിന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്ന ഞങ്ങളോട് കരുണ കാണിക്കുവാൻ നിന്റെ ഏകജാതനോട് അപേക്ഷിക്കണമേ. അമ്മേ, നിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ ദുഃഖങ്ങളെ നീക്കിക്കളയണമേ. അമ്മേ, നിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ രോഗങ്ങൾ നീങ്ങിപ്പോകണമേ. പരിശുദ്ധ ദൈവമാതാവേ, സൗന്ദര്യങ്ങളുടെ ഉറവിടമായ അമ്മേ, നിന്റെ ഏകജാതൻ ഞങ്ങളോട് കരുണ കാണിക്കുവാൻ അപേക്ഷിക്കണമേ. കാനായിലെ കല്യാണത്തിന് അമ്മയുടെ മധ്യസ്ഥതയാൽ തമ്പുരാൻ പ്രവർത്തിച്ച അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങളുടെ ജീവിതങ്ങൾക്കും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ കുറവുകളെ നീക്കണമേ. ഞങ്ങളുടെ സങ്കടങ്ങളെ ദൂരീകരിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. കർത്താവേ, സ്വദേശത്തും വിദേശത്തുമായി ബാധിച്ചിരിക്കുന്ന ഈ മാറാ രോഗത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ, നിന്റെ മധ്യസ്ഥതയാൽ ഈ രോഗപീഠ ഞങ്ങളിൽ നിന്ന് മാഞ്ഞു പോകണമേ. ഞങ്ങളുടെ എല്ലാ രോഗികളും സുഖം പ്രാപിക്കണമേ. വൃദ്ധമാതാപിതാക്കൾ സംരക്ഷിക്കപ്പെടണമേ. കുടുംബസ്ഥർ സ്നേഹത്തിൽ നിറയണമേ. യുവതിയുവാക്കൾ പരിപാകതയുള്ളവരാകണമേ. പൈതങ്ങൾ വളർത്തപ്പെടണമേ. ഞങ്ങൾക്ക് വിശുദ്ധമായ ജീവിതങ്ങളെ പ്രദാനം ചെയ്യണമേ. അമ്മേ, നിന്റെ മധ്യസ്ഥതയാൽ വിദൂരങ്ങളിലായിരിക്കുന്നവരെ ജയമുള്ള സ്ലീബായാൽ മറക്കപ്പെടുവാൻ അപേക്ഷിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന സർവരെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയാൽ ഞങ്ങളെല്ലാവരും അനുഗ്രഹം പ്രാപിക്കണമേ. വാങ്ങിപ്പോരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ എന്നാളും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ.